ഹലോ, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു കിഴി ബിരിയാണിയാണ് ഉണ്ടാക്കുന്നത്. ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഈ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണാം. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് തന്നെയാണ് ഈ ബിരിയാണി തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിന് വേണ്ടിയിട്ട് ഒരു 3/4 കിലോ ജീരകശാല റൈസാണ് ഞാനിവിടെ എടുത്തത്. നന്നായിട്ട് കഴുകിയതിന് ശേഷം അതൊരു അരിപ്പയിലേക്ക് ഊറ്റിയിട്ട് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ ഗീയും 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഉള്ളി നേരിയതായിട്ട് അരിഞ്ഞത് നമുക്ക് ചേർത്ത് കൊടുക്കണം. ഉള്ളി നല്ലൊരു ഗോൾഡൻ കളറായി ആവുന്നത് വരെ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഉള്ളി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് നമുക്ക് കോരി മാറ്റി വെക്കാം. ഇത് നമുക്ക് റൈസിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് ഞാനൊരു 2 ഏലക്കായി, 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ടയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് വീഡിയോ എടുത്തിട്ടില്ല. ശേഷം ഒരു 3 മീഡിയം സൈസിലുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 8 പച്ചമുളക് ചതച്ചതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഉള്ളി ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് ബ്രൗൺ കളറാക്കി എടുക്കണം. ശേഷം നമ്മൾ ഉള്ളി ഒന്ന് വഴന്ന് വന്നതിന് ശേഷം നമ്മൾ 3 തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വീണ്ടും ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്ക് മസാല ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ മല്ലിയില ചേർത്ത് കൊടുക്കണം. പിന്നെ ഒരു 5-6 പുതിനയിലയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. ഞാൻ കല്ലുപ്പാണ് ഇവിടെ ചേർത്തത്. കല്ലുപ്പ് ചേർക്കുമ്പോൾ മസാലയിലൊക്കെ നല്ലൊരു ടേസ്റ്റ് വരും. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ നീര് മുഴുവനായിട്ടും നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ശേഷം നമ്മൾ കഴുകി ഊറ്റി വെച്ച അരി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. 3 കപ്പ് അരിയാണ് ഞാനിവിടെ എടുത്തത്. നന്നായിട്ട് മസാലയായിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ നോക്കിയിട്ട് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ നേരത്തെ മസാലയിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയാണ് നമ്മളിവിടെ ചേർക്കുന്നത്. അതുപോലെ 4.5 കപ്പ് ചൂടുവെള്ളമാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തത്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്ന അളവിലാണ് വെള്ളം എടുത്തത്. അത് ഓരോ അരി വ്യത്യസ്തമായിരിക്കും. അത് നിങ്ങൾ നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം. ആദ്യം ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് വെള്ളവും അരിയൊക്കെ ഒന്ന് ലെവലാവുന്നത് വരെ വെച്ചതിന് ശേഷം വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് ചോറ് വേവിച്ചെടുക്കാം. ഇനി ഒരു പാനിലേക്ക് നമ്മൾ 1 കിലോ ചിക്കന് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ ഊറ്റിയതിന് ശേഷം 2 ടീസ്പൂണ് കാശ്മീരി മുളക് പൊടിയും കുറച്ച് മഞ്ഞളും കുറച്ച് ഉപ്പും ഇട്ടിട്ട് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ട്. ശേഷം നമ്മൾ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ പാനിൽ നിന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കനും ഒരു ഭാഗത്ത് നമ്മൾ ഫ്രൈ ചെയ്യുന്നുണ്ട്. നമ്മുടെ റൈസും ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. നമ്മുടെ റൈസൊക്കെ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചിക്കൻ വെന്തതിന് ശേഷമാണ് ഞാൻ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ആ പാനിൽ നിന്ന് തന്നെ ഇതൊന്ന് ഫ്രൈ ചെയ്തെടുത്തത്. നമ്മുടെ ചിക്കനും ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒരു വാഴയില എടുത്തിട്ട് നമ്മൾ അതൊന്ന് വാട്ടിയെടുക്കണം. ശേഷം നടുക്കായിട്ട് നമ്മൾ റൈസ് ഇട്ട് കൊടുക്കാം. റൈസ് വെച്ചതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും നമ്മൾ പൊരിച്ച് വെച്ച ഉള്ളിയും നമുക്കിതിൻ്റെ മുകളിലേക്കായിട്ട് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഇതൊന്ന് വാഴയില നന്നായിട്ടൊന്ന് കെട്ടി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂറിന് ശേഷം നമുക്കിത് കഴിച്ചാൽ മതി. ഞാൻ കുറച്ച് അച്ചാറും തൈരൊക്കെ ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഏതാ സാലഡ് എന്താ ഉള്ളത് അതൊക്കെ ഇതിൻ്റെ കൂടെ വെച്ച് കൊടുത്തിട്ട് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് കെട്ടിവെക്കാം. അപ്പോൾ ഒരു 1/2 മണിക്കൂർ നമ്മളിങ്ങനെ വെക്കുമ്പോൾ ചിക്കൻ്റെ ഫ്ലേവറൊക്കെ നമുക്ക് റൈസിലേക്ക് ഇറങ്ങി കിട്ടും. അപ്പോൾ നമ്മുടെ അടിപൊളി രുചികരമായ
കിഴി ബിരിയാണി തയ്യാറായിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റും. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൂടുതൽ മസാലകളൊന്നും ഇല്ലാതെ തന്നെ വളരെ രുചികരമായ ഈ റൈസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ്